ഹലോ, അന്നമ്മ സ്ട്രീം വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല മഴയാട്ടോ, എപ്പോഴും മഴ എന്ന് പറഞ്ഞാൽ എപ്പോഴും മഴ. ഞാൻ രാവിലെ ജനലൊന്നും തോന്നില്ലായിരുന്നു, ഇപ്പോഴും എന്താ മഴ നിന്നിട്ടൊന്നുമില്ല, ചാറിക്കൊണ്ടിരിക്കുക. എല്ലായിടും അങ്ങനെയൊക്കെയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നീലൂട്ടൻ ചോറൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. അതുകൊണ്ട് ആ പുതപ്പിൻ്റെ ഇടയ്ക്കുണ്ട് ഒരാൾ. നല്ല മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഫുൾ കൈ ഷർട്ടോ ഫുൾ കൈ ബനിയനൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ടീഷർട്ടൊക്കെ ഉണ്ടല്ലോ, അതും ഇട്ട് പാൻറ്റും ഒക്കെ ഇട്ട്, പാൻറ്റെല്ലാം കഴുകിയിട്ടേക്കും, ഉണങ്ങിയിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഇപ്പോൾ ഇന്നൊരു നിക്കർ എടുത്തിട്ട് കൊടുത്ത്, എന്നിട്ട് പുതച്ച് മൂടി കിടന്ന് ഉറങ്ങാൻ നല്ല സുഖം. കുളിപ്പിച്ചേട്ടോ, ഞാനിപ്പോൾ അവനെ നേരത്തെ കുളിപ്പിക്കും. രാവിലെ ചൂട് സമയത്ത് 2 നേരം 3 നേരം 4 നേരം 5 നേരമൊക്കെ മേല് കഴുകി ഇരിക്കും. ഇപ്പോൾ 1 നേരം കുളിപ്പിക്കുന്നുള്ളൂ. രാവിലെ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് എന്തോ ചെയ്യും, അവന് കാപ്പിയൊക്കെ കൊടുത്ത് എൻ്റെ അടുക്കളയിലെ ജോലി ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി കഴിയുമ്പോഴത്തേനും ഞാൻ അവനെ കുളിപ്പിക്കും. തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നല്ലതായിട്ട് കുളിപ്പിച്ച് നല്ലതായിട്ട് തോർത്തി ഫുൾ കൈ ഉടുപ്പും ഫുള്ള് കവർ ചെയ്തിട്ടുള്ള ഡ്രസ്സായിട്ട് കൊടുക്കുന്നത്. തണുപ്പ് ഭയങ്കര തണുപ്പാണ്. അത് കഴിഞ്ഞൊരു കുറിയൊക്കെ ഇട്ട് ഇരിക്കും. അപ്പോഴത്തേനും ആളിന് ഉറക്കം വരും. അന്നേരം പിന്നെ അവനെ പാൽ കൊടുത്ത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, പിന്നെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ചെയ്യും. ചില ദിവസം ജോലി ഇപ്പോൾ വേറെ ഒന്നും കാണത്തില്ല, അടുക്കളയിലെ ജോലിയെ കാണത്തുള്ളൂ. പിന്നെ ചില ദിവസം പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത ദിവസങ്ങളിൽ മിറ്റം തൂക്കാറില്ല. ഇന്നിപ്പോൾ തൂക്കണം, മിറ്റം ഫ്രണ്ട് കുളമായിട്ട് കിടക്കുന്നു. അപ്പം പോച്ച പറിക്കാൻ ഇറങ്ങണമെന്നുണ്ട്, പക്ഷേ ഈ മഴയത്ത് ഇറങ്ങാനൊരു മടി, അതാണ് പ്രശ്നം. അപ്പം ഇന്നിനി മിറ്റമൊക്കെ ഒന്ന് തൂക്കണം, അല്ല ഒന്ന് റെഡിയാക്കണം, ക്ലീൻ ചെയ്യണം ഫ്രണ്ട്. അങ്ങനെ ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടോ. അപ്പം ഞാൻ പോയി ചോറ് കഴിച്ചിട്ട് കാണാം. ഞാൻ ചോറ് കഴിച്ചിട്ട് മിറ്റം തൂക്കാനും പറഞ്ഞിരുന്നത്. അന്നേരം കൊണ്ട് മഴ പെയ്യുന്നു. ഈ മഴയ്ക്ക് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്തൂടെ? ഞാൻ മിറ്റം തൂക്കുന്നവരെ നോക്കൂ. അപ്പം ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നെന്താന്ന്, ഇന്നലത്തെ എൻ്റെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിരുന്നു, വ്ളോഗിൽ അവസാനം ഞാൻ പറഞ്ഞിരുന്നു, മുടി വെട്ടുന്നത് എങ്ങനെ ഉണ്ടായിരിക്കും, മുടി വെട്ടിയാലോ എന്നിങ്ങനെ മുടി വെട്ടാനായിട്ട് തീരുമാനിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു. അത് കണ്ടിട്ട് ഒരുപാട് പേരൊന്നും ഒന്നും പറഞ്ഞില്ല. എനിക്ക് എൻ്റെ കൂട്ടുകാരി, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അണ്ണാച്ചിരെയൊക്കെ വിളിച്ചിട്ടല്ല മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ്, മുടി വെട്ടിയ നിൻ്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കുമെന്ന്. ഞാൻ അന്നേരം പറഞ്ഞു പറ്റിച്ചേന്ന് പറഞ്ഞു, വെറുതെ പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ അർച്ചന ചേച്ചി, എൻ്റെ ചേച്ചി വിളിച്ചിട്ട്, ചേച്ചി മെസ്സേജ് അയച്ചു, മുടി വെട്ടണ്ട, മെസ്സേജ് അയച്ചാന്നോ കമൻറ്റ് ഇട്ടാന്നോന്ന് ഞാൻ ഓർക്കുന്നില്ല, എന്തായാലും പറഞ്ഞു മുടി വെട്ടണ്ട. ഞാൻ ചുമ്മാ പറഞ്ഞതാ മുടി വെട്ടുന്ന കാര്യം. ഞാൻ അങ്ങനെ വെട്ടത്തില്ല. ഇത് പിന്നെ ഫ്രണ്ടിലോട്ട് കുറച്ച് മുടി വെട്ടിയിട്ടത് ഒരു കൊതി കൊണ്ട് വെട്ടിയിട്ടു. ബാക്കി ഞാൻ പിന്നെ ഫുള്ളിറക്കം കുറച്ചിട്ടില്ലായിരുന്നു മുടി വെട്ടിയിട്ട്. അങ്ങനെ ആ മഴ കൂടി വരുന്നു. അത്രയും ഭാഗത്തെ പോച്ചയും കൂടെ പറിക്കാനുണ്ട്. ഇത്രയും ഭാഗം ഇവിടെ എല്ലാം അന്ന് ഞാൻ ഇലയൊക്കെ വീണ് കിടക്കുന്നു ഓമയുടെ. ഇത് അവിടെ വൃത്തിയാക്കണം. ഈ മഴയൊക്കെ കുറഞ്ഞിട്ട് വേണം അവിടെ ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങാൻ. പക്ഷെ മഴ കുറയുന്ന ലക്ഷണമൊന്നും ഇല്ല. ഒരു ഓല വീണ് കിടക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഇവിടെ നല്ല മഴ, നല്ല തണുപ്പ്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. ആ പാത്രങ്ങൾ കൂട്ടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് കഴുകി എടുത്തിട്ട് അപ്പോഴത്തേനും മഴ ഒന്ന് തോരുമായിരിക്കുക. അപ്പോൾ നമുക്ക് വെളിയിലിറങ്ങി മിറ്റം ഫ്രണ്ടൊന്ന് തൂത്ത് വാരി കളഞ്ഞിട്ട് കുളിക്കാം. പിന്നെ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈകിട്ടത്തെ പരിപാടി. വൈകിട്ട് ഏത്തപ്പഴം ഇരിപ്പുണ്ട്. ഏത്തപ്പഴം നമുക്ക് ഏത്തക്കാപ്പം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്നു. എന്നാ തീരുവോ എന്താ. അപ്പോൾ ഞാൻ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ പാത്രമൊക്കെ കഴുകി ഇനി ഇതാ കുറച്ച് വേസ്റ്റ് ഇവിടെ ഇരിപ്പുണ്ട്. അവിടെ വേസ്റ്റ്, അടുക്കളയിലെ വേസ്റ്റ് ഇന്നലെ എടുത്ത് കളഞ്ഞില്ലായിരുന്നു, മഴയൊക്കെ ആയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇതെടുത്ത് കളയണം. അപ്പോൾ അപ്പുറത്തുകൂടി വന്നിട്ട് വേസ്റ്റ് എടുത്ത് കളഞ്ഞിട്ട് ഇവിടെ കഥ അടച്ചിടാം. ഫ്രണ്ടിൽ പോയിട്ട് ഞാൻ തുണി തിരികെ വെച്ചില്ല. ഇവിടെ കണ്ട ഈ കഥകിൻ്റെ അടിയിൽ കണ്ട ഇത്രയും ഗ്യാപ്പുണ്ട്, വെട്ടം കാണുന്നുണ്ടോ? അപ്പോൾ അവിടെ ഞാനിങ്ങനെ തുണി വെച്ചിട്ട് എന്ത് ചെയ്യും, അടച്ചു വയ്ക്കും. എനിക്ക് ഭയങ്കര പേടി എന്തെങ്കിലും കയറി വന്നാലോ എന്ന്. ഒന്നാമത് ചെറുക്കനും ഉണ്ട്. അപ്പം അത് അടച്ചു വെച്ചു. അപ്പോൾ ഇനി പോയി ഫ്രണ്ടിൽ പോയിട്ട് മഴ ഒന്ന് തോർന്ന് നിൽക്കുക കേട്ടോ. നീലോട്ടെന്താ തിരിഞ്ഞ് കിടന്നിട്ടുണ്ട് അങ്ങോട്ട് ഇവിടെ തോണ്ട്. അപ്പോൾ അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. അവൻ എനിക്കുന്നതിന് മുമ്പ് പോയി നോക്കി
കുളിച്ചിട്ട് ഇറങ്ങണം, എന്നാലേ അവന് ചോറ് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ തൂത്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കയറി വന്നവന് ചോറ് കൊടുക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതേ മൊത്തം വേർപ്പും കയ്യിലെല്ലാം അഴുക്കൊക്കെ ആയിരിക്കും. അപ്പം ഇതൊക്കെ ഫോണിപ്പോൾ കൈ താഴെ പോയതിന്. അപ്പോൾ ഇതാ അവിടെ അത്രയും ഭാഗം ഒന്ന് തൂക്കണം. തൂത്ത് വാരിയിട്ട് ആദ്യം ഞാൻ പോയി ഇതുവഴി പോയിട്ട് ചെരുപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് പോയി വേസ്റ്റ് കൊണ്ട് കളഞ്ഞിട്ട് പാത്രം അവിടെ കഴുകി വെച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ട് അപ്പുറത്ത് വന്ന് മിറ്റം തൂക്കാം. അപ്പോൾ കുറച്ച് നേരത്തെ എന്നെ കാണത്തില്ല. മഴ പെയ്താലും കുഴപ്പമില്ല, നനയാം. കുളിക്കാൻ പോവല്ലേ. അപ്പം ഞാൻ പോയിട്ട് വരട്ടെ. പകുതിയായപ്പോഴത്തേന് പകുതി പോലും ആയില്ല, മഴ പെയ്തു. നല്ല കുഴപ്പമില്ല, ഗേറ്റ് അടച്ചില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു, റെഡിയായി. എന്തിന്? വെറുതെ ഇരിക്കുക. അപ്പോൾ ഇനി കുറച്ച് നേരത്തിന് പണിയൊന്നുമില്ല കേട്ടോ. പോച്ച പറിക്കാനൊക്കെ ഇറങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ പോച്ച പറിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ താമസിക്കും. പിന്നെ നീലൂട്ട എഴുന്നേറ്റ് കഴിഞ്ഞാൽ ശരിയാകും. ഒന്നാമത് മഴ. അപ്പോൾ വിചാരിച്ചു ചേട്ടായി വീട്ടിൽ ഇരിക്കുന്ന ദിവസം മതി പോച്ച പറിക്കും. അപ്പോൾ ഇനി കുറച്ച് നേരം കുറച്ച് റീൽസൊക്കെ എടുത്തിരിക്കാം, നീലു എണീക്കുന്നവരെ. ബൈ. അയ്യേ മുടിയിരിക്കുന്നു, സാരമില്ല. അപ്പോൾ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി സമയം എന്തോയി? 4:50 ആയതേ ഉള്ളൂ. ഞാൻ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കാൻ പോയി. ഏത്തയ്ക്കാപ്പത്തിൻ്റെ എല്ലാം റെഡി ആക്കിയിട്ട് വരാം. ബാക്കിയൊന്നും ഞാൻ എടുത്തിട്ടില്ല, ഞാൻ എന്തായാലും പെട്ടെന്ന് എടുത്തു. നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആവുന്നു. നീലൂസ് അവിടെ കിടന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. വെട്ടമില്ല കേട്ടോ, ഈ ലൈറ്റ് ചിലപ്പോൾ കത്തത്തില്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇത് മാത്രം മതി. പഴംപൊരി റെഡിയാക്കി വെച്ചു കേട്ടോ. തമ്പനയിലിൽ ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ വേണമല്ലോ, അപ്പം ചായയും കൂടി ഇടാമെന്ന് വിചാരിച്ചു. ചായ ഇട്ടിട്ട് കാണാം. അപ്പോൾ ചായയൊക്കെ ഇട്ട് കേട്ടോ. ചായയും പഴംപൊരി അഥവാ ഏത്തയ്ക്കാപ്പം അഥവാ വാഴയ്ക്കാപ്പം അഥവാ എന്താണ് പറയുക, നമ്മുടെ രതീഷ്. അങ്ങനെ ഞങ്ങൾ ചായയും കുടിച്ച് വാഴയ്ക്കാപ്പമൊക്കെ കഴിക്കാനായിട്ട് പോവാണ്. അപ്പോൾ നീലൂട്ടനോടൊരു ഉമ്മയൊക്കെ ചോദിച്ചപ്പോൾ നീലൂട്ട ഉമ്മയൊക്കെ തന്നു. അങ്ങനെ ഇതാ
ഞങ്ങൾ കുടിക്കാൻ പോകട്ടോ. അപ്പം നീലൂട്ടൻ അവിടെ പാട്ടൊക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഇനി എന്താണ്, ഇപ്പം നല്ല ചൂടായിരുന്നു കേട്ടോ വാഴയ്ക്കപ്പം. ചൂട് വാഴയ്ക്കപ്പം ഇങ്ങനെ ചൂടോടെ കടിച്ച് കഴിക്കാൻ എന്ത് സ്വാദ്, സൂപ്പറല്ലേ, അടിപൊളിയായിരുന്നു. ഒരുപാട് പഴുക്കുന്ന പഴം വെച്ചിട്ട് ഏത്തപ്പഴം ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷേ ചേട്ടായിക്ക് നേരെ തിരിച്ചാണ്, നല്ല പഴുത്ത പഴം വെച്ചിട്ട് ഏത്തയ്ക്കപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. എനിക്ക് അതിഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് പഴുത്തിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കഴിച്ചു. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് ചേട്ടായി നീലൂട്ടനും മാത്രമായിരുന്നു കഴിച്ചത്, ഞാൻ കഴിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയത് ഞാനും കൂടി കഴിച്ചു. അപ്പോൾ നമ്മുടെ ചായ കൂടി എല്ലാം കഴിഞ്ഞു. നീലൂട്ടൻ്റെ ചായ ഇത്രയുണ്ട് ബാക്കി. പിന്നെ ഏത്തയ്ക്കപ്പം ഇത്രയുണ്ട് ബാക്കി. 2-3 ഞാൻ കഴിച്ചു, 2 അവനും കഴിച്ചു. അങ്ങനെയാണോ തോന്നുന്നു. അപ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞപ്പോൾ ഒരാൾ എന്നെ വന്ന് മാന്തി നിൽക്കുന്നു, എന്തോ എടുത്തിട്ട് ചീപ്പാന്ന് കയ്യിരിക്കുന്നത്. മുടി നീലു വാ ഇങ്ങി വാ. ബാൻഡ വേണ്ടെന്ന് പറയുന്നത്, ബാൻഡ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ്ടല്ലേ, ചേട്ടയും കൂടെ വന്നിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കല്ലേ നീലൂസേ? വാ നമുക്ക് വർത്താനം പറയാം. വാ ടാറ്റയോ, എവിടെ പോണ്? അപ്പ എവിടെ? മാമന്മാരെ ഒന്നും കാണുമ്പോ പറഞ്ഞു പോകരുത് എൻ്റെ പൊന്നേ. അവന് ടാറ്റ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്തോ എനിക്ക് ടാറ്റ തരുന്നു, പോവാ. ഈ മഴയത്ത് എവിടെ പോവാനാടാ? വാ ഇനി വാ, നമുക്ക് വർത്താനം പറയാം. വാ ഇങ്ങ് വാ. അപ്പോൾ ഇനി എന്താണ് പരിപാടി? ഇനി നമുക്ക് വിളക്ക് കത്തിക്കണം. വിളക്ക് 6:30 കത്തിച്ചാൽ മതിയല്ലോ. എന്താണ്, അതുവരെ ഇങ്ങനെ ഇരിക്കാം. ചേട്ടയും കൂടെ വന്നിട്ട് നമുക്ക് അതുവരെയുള്ള വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് ആ ക്ലിപ്പും കൂടി എടുത്തിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തിട്ട് ബൈ പറഞ്ഞ് പോവാം. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കാൻ സമയത്ത് കാണാം. അതുവരെ വേറെ പണിയൊന്നുമില്ല. ഇനി ചായ ഇട്ട പാത്രങ്ങളും കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിളക്ക് കത്തിച്ച് എന്തോ അച്ചി ഞാൻ കാണിച്ചു തരാം നീലൂട്ടൻ അവിടെ എന്തരാണ് ചെയ്യുന്നതെന്ന്. അവിടെ പോയി നീലൂട്ടാ, ഇങ്ങ് വാ. വരൂല. ഇങ്ങനെ തിരിഞ്ഞിരിക്കാൻ കാരണം ഇവിടുന്ന് വെട്ടം വരുന്നുണ്ട്. തിരിഞ്ഞിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വെട്ടം അടിക്കുന്നത് കൊണ്ട് ക്ലിയർ ആവുന്നില്ല. അപ്പോ എന്തോ ഇത് കഴിക്കാമെങ്കിൽ പാട്ടിടാം. അപ്പോൾ ഇനി വിളക്ക് കത്തിക്കാൻ സമയത്ത് കാണാം കേട്ടോ. ഞാൻ TV ഓഫ് ചെയ്തേ. അപ്പം കയ്യിലിരുന്ന് ചീപ്പെടുത്ത് തന്നെ ഒരൊറ്റ ഏറ്. നിനക്ക് ദേഷ്യം വരുന്നുണ്ടോടാ? നിനക്ക് തല്ലി തോന്നുന്നുണ്ടോടാ? പിണങ്ങിപ്പോയതാ. എന്ത് ചെയ്യുന്നു നോക്കാം. പിണക്കക്കാരനാട്ടോ. TV ഓഫ് ചെയ്തേനാ. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? അടുത്ത് വന്നാലും പൊന്നെ മടിച്ച്. ഞങ്ങളുടെ പിണക്കം ഇത്രയേ ഉള്ളു. പിണക്കമാണോ എന്നോട് ഇണക്കമാണോ? മക്കളൊരു പാട്ട് പാടിയേ. പാട്. കാക്കേ പാട്. കാക്കേ. പോയി.
ചീപ്പ് നീയല്ലേ എടുത്തെറിഞ്ഞേ? നീ വന്നേ. അമാന അപ്പൊ ഓക്കെ, നമുക്കിനി വിളക്ക് കത്തിക്കാൻ സമയത്ത് കാണാം. വിളക്ക് കത്തിച്ചോട്ടോ, 6:30 ആയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ചു. ഞാൻ എന്തോന്നും അങ്ങോട്ട് വരും, മറ്റേ നമ്മുടെ പൃഥ്വിരാജിൻ്റെ സിനിമ ഉണ്ടല്ലോ, എസ്ര, അതിട്ടെ. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല, അപ്പം അതിട്ടു. അത് കണ്ടപ്പോൾ ഇത്തിരി ഷോക്കായി. അപ്പോൾ ഇനി എന്താണ് പരിപാടി? വിളക്കൊക്കെ കത്തിച്ചു. ഇനി ചേട്ടായി വന്നിട്ട് കാണാം. നീലൂട്ട് എന്താ ഒന്നും കൂടി ഒന്ന് ഫ്രഷൊക്കെ ആയി, കാരണം ഞാൻ പറയുന്നില്ല. അപ്പോൾ അവ ഒന്നുകൂടെ ഒന്ന് ഫ്രഷൊക്കെ ആയി. ഇതാ വേറെ ഉടുപ്പൊക്കെ ഇട്ടു, കുറിയൊക്കെ ഇട്ട്, ദാമ്പൊറ്റിയൊക്കെ കത്തിച്ച് ഞങ്ങൾ റെഡിയായിട്ട് നിൽക്കുക. ഇനി അച്ഛൻ വരുന്നത് നോക്കിയിരിക്കുക. നീലൂട്ട ഇല്ലേ മക്കളെ? അച്ഛൻ വരുന്ന നോക്കിയിരിക്കുവല്ലേ? ഓ ആ മക്കളവിടെ പോയി അമ്മയുടെ. അപ്പോൾ ഇനി ചേട്ടായി വന്നിട്ട് കാണാം. ഞാൻ വ്ളോഗ് എടുത്തോണ്ടിരുന്നത്, എന്നിട്ട് ചേട്ടായി വന്നു കഴിയുമ്പോൾ അത് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ശരി. അപ്പോൾ നമ്മുടെ വ്ളോഗ്, ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം.